ഓൾമോസ്റ്റ് ഒരു 60-70% ഇടയിൽ നിൽക്കുന്ന ഒരു കോമ്പണന്റ് എന്ന് പറയുന്ന വെള്ളത്തിലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും റാൻഡംനെസ്സും മോളിക്കുലർ ആയിട്ടുള്ള ഒരു റാൻഡം മോഷനും ഉള്ള ഒരു സ്പേസിലാണ് നമുക്ക് ഒന്നും മാറുന്നില്ല നമ്മളെന്നുള്ള ചിന്ത തന്നെ വരുന്നത്. അതായത് സെൻസ് ഓഫ് സെൽഫ് പോലും മാറുന്നില്ല. ഒരു കുട്ടി ആയിട്ട് നമ്മൾ ജനിച്ച് ഒരു പ്രായമായി മരിക്കുന്നവരെ നമ്മൾ തന്നെയാന്നുള്ള തോന്നൽ വരുന്നത്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ബ്രെയിനിന്റെ ചില ഭാഗങ്ങളിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെൻസ് ഓഫ് സെൽഫ് തന്നെ മാറിപ്പോകും. അതൊരു ലേമാൻ പെർസ്പെക്റ്റീവില് പറഞ്ഞിട്ട് നമുക്ക് വിൽ കം ടു വാട്ട് യു ആർ ഡൂയിങ്. ഓക്കെ, അത് ഞാൻ തന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞുതരാം. കാരണം ഞാൻ വരുന്നത് ഒരു ക്ലിനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പോൾ ഒന്ന് നമ്മൾ എന്താണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി, ലൈക്ക് ഹൗ ഇറ്റ് ഇവോൾവ്, ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇത് ഇവോൾവ് ചെയ്തേ എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. കാരണം അതാണ് അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ലൈക്ക് ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ നമ്മുടെ മൈൻഡിൻ്റെ ക്രിയേഷനും നമ്മുടെ ബ്രെയിൻ തന്നെയാണ് ഉണ്ടാകുന്നതെന്നൊരു ഐഡിയ വന്നു. അപ്പോൾ ഒരു ഫ്രോയിഡിൻ്റെ കാലഘട്ടം ഒരു എൻഡ് ഓഫ് 19th സെഞ്ച്വറിയിലാണ് നമുക്ക് ഒരാളെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അയാളുടെ ചിന്തയിലോ ഡ്രീമിലേക്കോ നമ്മൾ കൂടുതൽ പോയി കഴിഞ്ഞാൽ യു ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് ഹിം. എൻ്റെ ഒരു എൻവയൺമെൻറ്റും ചൈൽഡ്ഹുഡുമാണ് മെയിനായിട്ട് അതിലൊരു ആ ഒരു ഡയറക്ഷനിലേക്ക് ഒരു പേർപ്പസും മീനിങ്ങും തന്നിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ റിലീജിയസ് അല്ല. അപ്പോൾ പ്യുവർലി ഒരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ടും റീസണിങ്ങും വെച്ചിട്ടാണ് എൻ്റെ പേരൻസ് ആയാലും എൻ്റെ ഗ്രാൻഡ് പേരൻസ് ആയാലും ലൈക്ക് ഹൗ ദേ സീ ദ വേൾഡ് എന്നുള്ള രീതിയിൽ പോയിരിക്കുന്നത്. ഡോക്ടർ അജയ് മനോജ് നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ AI റിസർച്ച് സയന്റിസ്റ്റ് ആണ്, ആക്ച്വലി MBBS ഡോക്ടറാണ്. ഇപ്പോൾ ചെയ്യുന്ന റിസർച്ചിന്റെ കാര്യങ്ങളും AI ഫ്യൂച്ചർ എന്താണ്, സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കും, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഹി ഹാസ് മെനി അതർ ഇൻട്രസ്റ്റ് ലൈക്ക് ഫോട്ടോഗ്രാഫി, റീഡിംഗ്. സോ വിൽ ഡിസ്കസ് ഓൾ ദോസ് തിങ്സ്. വെൽക്കം അജയ്. താങ്ക് യു സോ മച്ച്. അജയ്, MBBS കഴിഞ്ഞിട്ടാണ് യു ഡിസൈഡഡ് നോട്ട് ടു പ്രാക്ടീസ് ഇൻ ദോസ് ലൈൻസ്. ആ ഒരു സ്പാർക്ക് വരുന്ന പോയിന്റ് എവിടെയായിരുന്നു? ഒന്ന് ജെനുവിൻലി ക്യൂരിയസ് മൈൻഡ് സെറ്റ് ആണ് ഇതിന് ഒരു ട്രിഗർ ആയിട്ട് നിന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ലൈക്ക് ഒരു MBBS കഴിഞ്ഞപ്പോഴത്തേക്കും ലൈക്ക് ഒന്ന് കുറച്ച് ദിവസം ഞാൻ അച്ഛൻ്റെ കൂടെ പോയി. അച്ഛൻ ന്യൂറോ സർജനാണ്. അപ്പോൾ ആള് ലൈക്ക് ഒരു എക്സ്പോഷർ കിട്ടി ന്യൂറോ സർജറിയുടെ സൈഡിൽ നിന്നും. ലൈക്ക് ഒരു ഇൻഡെപ്ത് ആയിട്ട് പുള്ളിയുടെ ഒരു നോളജും ആളുടെ കൊളീഗ്സിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒരു ഇൻഡെപ്ത് നോളജ് കിട്ടി. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഒന്നും മനസ്സിലാകുന്നില്ല. എങ്ങനെയാണ് ഒരു ചിന്ത വരുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു ചിന്ത എന്ന് പറഞ്ഞൊരു സാധനം എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിനെപ്പറ്റിയൊന്നും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ നമുക്ക് ഡിസീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ട്. നമുക്ക് അനാട്ടമി ഉണ്ട്, ഫിസിയോളജി ഉണ്ട്. അതിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും ഒരു ഓവറോൾ ഒരു ബിഹേവിയറിൽ വരുന്നതെന്നുള്ള ഒരു അപ്രോച്ച് ഉണ്ട്. പക്ഷേ നമ്മൾ ഓരോ ദിവസവും ഒരു കാഷ്വാലിറ്റിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും OP സെറ്റപ്പിൽ കാണുന്ന ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന സാധാരണ മനുഷ്യർ എങ്ങനെയാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത്, എങ്ങനെയാണ് അവരിൽ ഒരു ചിന്ത ഉണ്ടാകുന്നത്, ആ ചിന്ത എന്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ ആ ചിന്തയ്ക്ക് ഒരു ഭാവിയുണ്ടോ, ആ ചിന്ത എങ്ങനെ അവർ പ്രൊപ്പഗേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇലാബറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ ആ ചിന്തേനെ അവസാനിപ്പിക്കണം, ഇങ്ങനത്തെയൊക്കെ ഉത്തരങ്ങൾ ടെക്സ്റ്റ് ബുക്കിലില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അച്ഛനോട് തന്നെയാണ് ചോദിച്ചത്. കാരണം വേറെ ഒരു ഇമ്മീഡിയറ്റ് ആളെന്ന് പറയുന്ന ആൾ തന്നെയാണ്. അപ്പോൾ പുള്ളി എനിക്കൊരു ബുക്കാണ് തന്നത്, വേറെ ഉത്തരങ്ങളൊന്നുമല്ല. അപ്പോൾ ഒരു ബുക്ക് BS രാമചന്ദ്രൻ്റെ ടെൽ ടെയിൽ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ്. അപ്പോൾ അത് വായിച്ചപ്പോഴത്തേക്കും അത് കൂടുതൽ എന്നെ ഭയങ്കരമായിട്ടൊരു ഇൻസ്പയർ ചെയ്ത് ആ ബുക്ക് ഈ ന്യൂറോ സയൻസ് എന്ന് പറഞ്ഞൊരു ഫീൽഡിലേക്ക്. കാരണം ഒന്ന് ശരിക്കും ആർക്കും അറിയില്ല എന്നൊരു കാര്യം അന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് തന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്ന് ഒരു വ്യക്തമായിട്ടൊരു അറിവില്ല എന്നാണ് എനിക്ക് ബോധ്യമായത്. അപ്പോൾ പിന്നെ കൂടുതൽ ബുക്സ് പുള്ളിയുടെ തന്നെ അതിൽ ഉള്ള കാഴ്ചപ്പാടുകളും കൺസെപ്റ്റ്സും ഞാൻ തന്നെ മനസ്സിലാക്കുകയും പിന്നെ പുള്ളി തന്നെ സജസ്റ്റ് ചെയ്തിട്ടുള്ള ബുക്സും ഡെപ്തിൽ അങ്ങനെ കണക്ട് ചെയ്ത് പോവുമായിരുന്നു എൻ്റെ ഒരു രീതി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ജെനുവിൻലി അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നപ്പോഴത്തേക്കും UK പോകാനായിട്ടൊക്കെ ഇങ്ങനെ പ്ലാൻ ഇട്ടു, ഇങ്ങനെ റിസർച്ചിനും അങ്ങനത്തെ ഒരു അറ്റംപ്റ്റിന്. പിന്നെയാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് കൊച്ചിയിൽ തന്നെ.
ഈ വായനകൾ തുടർന്ന് പോകുമ്പോൾ ആ ക്യൂരിയോസിറ്റി പറഞ്ഞല്ലോ, അത് എവിടേക്കായിരുന്നു നാവിഗേറ്റ് ചെയ്തിരുന്നത്, ലൈക് ചിന്തകൾ എന്ന് പറയുന്നു? ഓക്കെ, അത് എന്ന് പറയുമ്പോഴത്തേക്കും ലൈക്ക് കുറെ എൻ്റെ ഒരു എൻവയൺമെന്റ് അതിനെ മോൾഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു എൻവയൺമെന്റും ചൈൽഡ്ഹുഡുമാണ് മെയിനായിട്ട് അതിലൊരു ആ ഒരു ഡയറക്ഷനിലേക്ക് ഒരു പേർപ്പസും മീനിങ്ങും തന്നിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ റിലീജിയസ് അല്ല. അപ്പോൾ പ്യോർലി ഒരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ടും റീസണിങ്ങും വെച്ചിട്ടാണ് എൻ്റെ പേരൻസ് ആയാലും എൻ്റെ ഗ്രാൻഡ് പേരൻസ് ആയാലും ലൈക്ക് ഹൗ ദേ സീ ദ വേൾഡ് എന്നുള്ള രീതിയിൽ പോയിരിക്കുന്നത്. അപ്പോൾ വേൾഡിലെ സംഭവങ്ങളും ഇവൻറ്റ്സ് എല്ലാം എൻ്റെ ഫാമിലിയിലെല്ലാവരും അഡ്രസ്സ് ചെയ്യുന്നത് ഒരു നോളജ് ബേസ് വെച്ചിട്ടാണ്. അവർ കാരണങ്ങളും എവിഡൻസും അതിനെ വെച്ചിട്ടുള്ള ഇൻ എ സെൻസ് ഇറ്റ്സ് അബൌട്ട് കൺസിലിയൻസ്. നമ്മുടെ തന്നെ എക്സ്പീരിയൻസും അറിവും ജ്ഞാനവും കൊണ്ടാണ് അവർ തന്നെ ലോകത്തിനെ കണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം ആണ് എൻ്റെ ഫാമിലി ലൈക്ക് ദേ ഹാവ് പാസ്ഡ് ഓൺ ടു മീ. അപ്പോൾ പിന്നെ ലൈക്ക് കുറച്ചുകൂടി ഒരു പേർപ്പസ് ഡ്രിവൺ ആയത് കോളേജിലൊക്കെ ചെന്നപ്പോഴത്തേക്കും ഒരു മിക്സഡ് ക്രൗഡായിരുന്നു. ലൈക്ക് കുറച്ച് നമ്മൾ ആ ഒരു MBBS ഗ്യാങ്ങിന് അപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫിയിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് ലൈക്ക് കുറച്ച് ബാൻഡിൻ്റെ ഒക്കെ പാർട്ടാവാൻ പറ്റി. അവിടെ മൈസൂരാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ പാർട്ടായപ്പോഴത്തേക്കും അതൊരു ഡിഫറെൻറ്റ് എൻവയൺമെൻ്റ് ആണ്, ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടും വേൾഡ് വ്യൂ തന്നെ ബ്രോഡാകാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ഹോസ്പിറ്റൽ സൈഡിലേക്ക് ഇന്റേൺഷിപ്പിലൊക്കെ വരുമ്പോഴത്തേക്കും ഗവൺമെൻറ് കോളേജ് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു ലോവർ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണ് അവിടെ വരുന്നത്. അപ്പോൾ അവരുടെ ഒരു സൈഡിൽ നിന്ന് കൂടെ ചിന്ത വരാനും അവരുടെ സൈഡിൽ നിന്ന് ലോകം കാണാനും ഒക്കെ അതിൽ ഭയങ്കരമായിട്ട് എൻ്റെ ഒരു ഇന്നർ റിയാലിറ്റി മാറ്റാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയി. അപ്പോൾ ഇത് എന്നെ കൊണ്ട് മാറ്റാൻ പറ്റുമോ? കാരണം ഇത് ഒരു പ്രൊഫഷൻ മാത്രം പഠിച്ചുകൊണ്ട് ദർ ഇസ് മോർ ടു ദ വേൾഡ് ആൻഡ് സ്റ്റിക്കിംഗ് വിത്തിൻ ദ പ്രൊഫഷൻ എന്നുള്ളൊരു തോന്നൽ വന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു മെയിൻ ട്രിഗറായിട്ട് അവിടെ ഇരുന്നത്. അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഈ നോൺ ഫിക്ഷൻസും സയൻറ്റിഫിക് ആയിട്ടുള്ള ഈ ബയോഗ്രഫീസ് അല്ലെങ്കിൽ നോബൽ ലോറിയേറ്റ്സിൻ്റെ ബുക്സും അവരെഴുതിയ മിക്കവാറും അവരെഴുതുന്ന അവരുടെ കൺസെപ്റ്റ്സ് മെയിൻലി ഫസ്റ്റ് പേഴ്സൺ വ്യൂവിലാണ് എഴുതുക. അവരുടെ കണ്ടുപിടുത്തങ്ങൾ, ഇപ്പോൾ ആൻറ്റോൺ സെയ്ലിംഗർ എന്ന് പറഞ്ഞിട്ട് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ നോബൽ കിട്ടിയ, അപ്പോൾ ആളുടെ ബുക്കൊക്കെ വായിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഫസ്റ്റ് പേഴ്സൺ വ്യൂ, പുള്ളിയുടെ ഒരു ജേർണി കിട്ടും, ഹൗ ഹി മെയ്ഡ് ദ ഇന്നോവേഷൻ അല്ലെങ്കിൽ ആ ഡിസ്കവറി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ ബുക്സ് വായിക്കുമ്പോഴത്തേക്ക് യു ബിക്കം ദാറ്റ് പേഴ്സൺ ഇൻ എ വേ. അപ്പോൾ അതെനിക്ക് എൻ്റെ ആ ഒരു ഇന്നർ റിയാലിറ്റിയും അല്ലെങ്കിൽ ആ ഒരു ഓൾട്ടർനേറ്റ് റിയാലിറ്റി മോൾഡ് ചെയ്യാൻ ഇൻ എ പേർപ്പസ്ഫുൾ വേ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു കൾമിനേഷനാണ് പിന്നെ ഞാൻ ഹൗ ഡു വി ബ്രിങ് ദിസ് തോട്ട് ടു ദ സൊസൈറ്റി, അല്ലെങ്കിൽ ഉള്ളിൽ ആ ഇന്നർ റിയാലിറ്റി ഇരുന്നുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ഇതിലാണ് പിന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എൻ്റെ കമ്പനി ആണേലും എൻ്റെ കൊളീഗ്സ് ആണേലും അതിനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തത്. I'll come to that. The AI part അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഇപ്പം പറഞ്ഞ സോഷ്യോ എക്കണോമിക് ഒരു ലോവർ ഇതിൽ നിൽക്കുന്ന ആളുകളായിരുന്നു പേഷ്യൻസ്. അത് ദേ റിലൈ ഓൺ ദ ഗവൺമെന്റ് സെക്ടർ. അപ്പോൾ പക്ഷെ അറ്റ് ദ സെയിം ടൈം ദേ റിലൈ ഓൺ സൂപ്പർ പവർ. ആ ഒരു ബിലീഫ് ഉണ്ടല്ലോ, ലൈക്ക് ഡേറ്റി കൈൻഡ് ഓഫ്. അപ്പൊ അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. സോ വെർ യു ഏബിൾ ടു, അത് ഒരു ഡോക്ടർ ചെയ്യേണ്ട കാര്യമല്ല, പക്ഷെ അറ്റ് ദ സെയിം ടൈം യു ആർ യൂസിങ് സയൻസ് ടു പ്രൊട്ടക്ട് ദം ഫ്രം അവരുടെ. So, what is your thought about that? As in, a majority of the society, in a way, it is easy. You rely on someone or a superpower or something. At the same time, കുറച്ചും കൂടി നമുക്ക് അതിനെ മാറ്റിയിട്ട് സയൻസിനെ റിലൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാന്ന് പറയുന്നത് കുറച്ച് ആളുകൾ മാത്രം ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. സോ ആ ഒരു കോൺട്രഡിക്ഷനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതർവൈസ് വാട്ട് കുഡ് യു ഡു അബൌട്ട് ദാറ്റ്? അതെ, കോൺട്രഡിക്ഷനെ പറ്റി ചിന്തിക്കുകയാണ് മെജോറിറ്റി ഓഫ് ദ ടൈം. അത് തന്നെയാണ് വൈ ഈസ് ദർ സച്ച് എ കോൺട്രഡിക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിൽ വരുന്നത്. എനിക്ക് ആസ് സച്ച് അങ്ങനെ ഒരു ഫേസ് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലൈക്ക് ഒരു സ്കൂൾ പീരീഡിലൊക്കെ നമുക്ക് ആക്ച്വലി അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ലൈക്ക് നമ്മളും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ, ലൈക്ക് എങ്ങനെയാണ് ഇവൻറ്റ്സ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് തന്നെ യു ഗെറ്റ് എ പെർട്ടിക്കുലർ പെർസ്പെക്റ്റീവ് അബൌട്ട് എ സർട്ടൻ ഇവന്റ്. ഇപ്പം നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ തന്നെ യു നീഡ് ടു റീഡ് ഹിസ്റ്ററി ഫ്രം മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓതേഴ്സ്. സോ യു ഗെറ്റ്
എ വ്യൂ ആക്ച്വലി അബൌട്ട് വാട്ട് ദ സിറ്റുവേഷൻ ഇസ്. കാരണം ഒരു ഇവന്റ് കഴിഞ്ഞിട്ട് ആ ഇവന്റിനെ പറ്റി മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. കാരണം പല പല ആൾക്കാർക്കും പല പല വ്യൂസ് വരും അതിൽ. ഇപ്പൊ നമ്മൾ മുഗൾ രാജ്യത്തിനെ പറ്റി നോക്കിയാൽ തന്നെ യു ഹാവ് വൺ ഓഫ് ദ റൈറ്റിംഗ് അബൌട്ട് ഹൗ ദ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദി മുഗൾ എംപറർ. ഇപ്പോൾ ഇറാ മുക്കോത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഓതറിന്റെ ബുക്ക് ഉണ്ട്, യു ഹാവ് ദ വ്യൂ ഫ്രം ദി ഹാരം. അപ്പോൾ അവിടുത്തെ ഫീമെയിൽസിന്റെ റോൾ എന്താണ്, ഹൗ ഡിഡ് ദേ ഇൻഫ്ലുവൻസ് ദ മുഗൾ എംപറേഴ്സ്. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് വായിക്കുമ്പോഴത്തേക്കും ഓക്കെ യു ഗെറ്റ് ഹൗ ദ ഫ്ലൂയിഡിറ്റി ഇൻ ഇവൻറ്റ്സ് ഇസ് ഹാപ്പനിങ്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ആക്ച്വലി സയൻസ് എന്ന് പറയുന്നത്. സയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ബൈ ഹാർട്ടിങ് ദ ഫോർമുല അല്ലെങ്കിൽ ഫിസിക്സിന്റെ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി. സയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഹൗ തിങ്സ് വർക്ക്. അപ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ മാറ്റമാണ്. അപ്പോൾ ആ മാറ്റത്തിനെ അപ്രിഷ്യേറ്റ് ചെയ്ത് ആ മാറ്റം എങ്ങനെ ചില മാറ്റങ്ങൾ സ്പ്രെഡ് ചെയ്യും, ചില മാറ്റങ്ങൾ സ്പ്രെഡ് ചെയ്യത്തില്ല, ഒരു ഫങ്ഷണൽ നെറ്റ്വർക്ക് ഉണ്ടാക്കും. ഇപ്പം നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസിയൻ്റ് എല്ലാം ഫ്ലൂയിഡാണ്. നമ്മുടെ ബോഡിയിൽ തന്നെ മെയിനായിട്ടുള്ളത് ഒരു കോമ്പണൻ്റ് എന്ന് പറയുന്ന വെള്ളമാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 60-70% ഇടയിൽ നിൽക്കുന്ന ഒരു കോമ്പണൻ്റ് എന്ന് പറയുന്ന വെള്ളത്തിലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും റാൻഡംനെസ്സും മോളിക്കുലറായിട്ടുള്ള ഒരു റാൻഡം മോഷനും ഉള്ള ഒരു സ്പേസിലാണ് നമുക്ക് ഒന്നും മാറുന്നില്ല നമ്മളെന്നുള്ള ചിന്ത തന്നെ വരുന്നത്. അതായത് സെൻസ് ഓഫ് സെൽഫ് പോലും മാറുന്നില്ല. ഒരു കുട്ടി ആയിട്ട് നമ്മൾ ജനിച്ച് ഒരു പ്രായമായി മരിക്കുന്നവരെ നമ്മൾ തന്നെയാന്നുള്ള തോന്നൽ വരുന്നത്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ബ്രെയിനിന്റെ ചില ഭാഗങ്ങളിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെൻസ് ഓഫ് സെൽഫ് തന്നെ മാറിപ്പോകും. നമുക്ക് ഒരു ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്, ചില ഡ്രഗ്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് വരും. അല്ലെങ്കിൽ നമ്മുടെ നറേറ്റീവ് സെൽഫ്, അതായത് നമ്മുടെ ഓട്ടോബയോഗ്രഫി, ഇന്നലെ ഞാനിത് ചെയ്തു, ചെറുപ്പത്തിൽ ഞാനിത് ചെയ്തു, അതൊക്കെ നമ്മുടെ ഒരു കഥ പറയുന്ന പോലത്തെ സെൽഫാണ്. അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാം, നമുക്കത് റീകളക്ട് ചെയ്യുന്ന ബുദ്ധിമുട്ട് വരാം. അല്ലെങ്കിൽ ട്രാൻസിയൻ്റ് ആയിട്ടുള്ള ബ്രെയിനിന്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഈ OTP അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നു പോവുക. അപ്പം അങ്ങനെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഈ നമ്മൾ കാണുന്ന ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള സെൽഫ് എന്ന് പറഞ്ഞ സാധനമാണെങ്കിലും ചുറ്റുമുള്ള കളറാണെങ്കിലും ഇപ്പോൾ നമ്മൾ റെഡ് കാണുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു റെഡിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ എനിക്ക് ആ റെഡ് കാണുന്നത് എക്സ്പീരിയൻസ് തന്നെ ആവണമെന്നില്ല വേറൊരാൾക്ക് കാണുമ്പോൾ ആ റെഡ് കിട്ടുന്നത്. അപ്പോൾ നമുക്കും ആ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ആ റെഡിന്റെ ആ ഒരു എക്സ്പീരിയൻസും മാറും. അതായത് ആ റെഡ് ആസെറ്റ് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് എ പെർട്ടിക്കുലർ എക്സ്പീരിയൻസ്. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം, നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ പെരുമാറ്റം. അപ്പോൾ അതാണ് നമ്മുടെ സോഷ്യൽ സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് എന്ന് പറയുന്നത് തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്സിന്റെ ഒരു കൺസ്ട്രക്റ്റ്. പല പല ബ്രെയിൻ റീജിയൻസും നമ്മുടെ എംബോഡീഡ് സെൽഫ്, ഇതെന്റെ കൈയാണ് അല്ലെങ്കിൽ ഇതെന്റെ കാലാണ്. ഇപ്പം നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഇതെന്റെ അല്ല എന്നൊക്കെ പറഞ്ഞു പോകും. അങ്ങനെയൊക്കെ ഒരു ഓരോ കൺസ്ട്രക്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ചുരുക്കി പറഞ്ഞ ഈ പറഞ്ഞ ഒരു നേച്ചർ ഓഫ് റിയാലിറ്റിയുടെ കൺസ്ട്രക്ഷൻ തന്നെ ഉണ്ടാവുന്നത് നമ്മുടെ ബ്രെയിനിലാന്ന് പറയാം. കാരണം ഇത്രയധികം സെൽഫിനെ തന്നെ നമുക്ക് ഇപ്പോൾ മെഡിറ്റേഷനിലൂടെ തന്നെയാണെങ്കിലും നമുക്കൊരു ഈഗോ ഡിസൊല്യൂഷനും അദ്വൈതവും ഇതൊക്കെ മെഡിറ്റേഷനിലൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇപ്പോൾ ഫങ്ഷണൽ MRI ഒക്കെ വെച്ചിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പല പല നെറ്റ്വർക്ക്സ്, ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക്സ് ഒക്കെ ഇങ്ങനെ സപ്രസ് ആവുന്നു, ബാക്കി റീജിയൻസ് ആക്ടിവേറ്റ് ആകുന്നു. അപ്പോൾ ഇത്രമാത്രം ഒരു സിഗ്നിഫിക്കൻ്റ് ആൻഡ് റോബസ്റ്റ് ആയിട്ട് ഒരു എവിഡൻസ് ഉണ്ട് ദാറ്റ് ദ നേച്ചർ ഓഫ് റിയാലിറ്റി ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ ഈ ഒരു കോംപ്ലക്സ് സിസ്റ്റത്തിനകത്താന്നുള്ളത്. അപ്പോൾ പക്ഷെ അതിനെ നമുക്ക് മനസ്സിലാക്കുക എന്ന് പറയുന്നത്, സയന്റിഫിക് ജേർണി എന്ന് പറയുന്നത് ഒരു എഫേർട്ട് ഇടണം. ലൈക്ക് ഇറ്റ് റിക്വയർസ് എഫേർട്ട്. നമ്മുടെ ഓൺ എഫേർട്ട് അല്ല, ലൈക്ക് പീപ്പിൾ അറൌണ്ട് യു ആർ ഗോയിങ് ടു ക്വസ്റ്റ്യൻ യു. ലൈക്ക് കാരണം ചുറ്റുപാടുള്ളവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവണമെന്നില്ല. എങ്ങനെയാണ് ഈ കാരണങ്ങളുടെ റെലവൻസ് എന്താണ്, ഇങ്ങനെ മനസ്സിലാക്കിയോണ്ടുള്ള കോൺസിക്വൻസ് എന്താണ്, മറ്റേ രീതിയിൽ ചിന്തിച്ചാൽ അത് എളുപ്പമാണല്ലോ. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളാണ്, അവിടേക്കാണ് ഇതിന്റെ ഒരു പ്രാധാന്യം. കാരണം ബയാസ്ഡ് അല്ലാത്ത രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമ്പോൾ
നമുക്കവിടെ ഒരു ഒരുമ വരും. അതാണ് എനിക്ക് സയന്റിഫിക് അപ്രോച്ചിന്റെ ഒരു ഇത് മനസ്സിലായത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ സയന്റിഫിക് നോളജ് കിട്ടുമ്പോഴത്തേക്കും അതിലൊരു യൂണിറ്റി തന്നെയുണ്ട്. ഇപ്പൊ നമ്മൾ ബ്രെയിൻ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് സിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ക്രിയേറ്റ് ആൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കാരണം ഇതിലെ കോൺസെപ്റ്റ്സ് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ ഒരു മാത്തമാറ്റിക്കൽ മോഡലാക്കിയിട്ട് നമ്മൾ മെഷീൻ ലേണിങ്ങിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഫൗണ്ടേഷൻ സെയിം ആണ് എന്നുള്ളൊരു ധാരണയും നമ്മളെല്ലാവരും ഒരുപോലെയാണ്, എന്നാൽ അവരവരുടെ പെർസ്പെക്റ്റീവ്സ് ഉണ്ട് എന്നുള്ള ഒരു അപ്രിസിയേഷൻ, ആ ഒരു കോറിഡോറാണ് ശരിക്കും ഇതിലെ ഒരു സയന്റിഫിക് അപ്രോച്ചിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. കാരണം അങ്ങനെ മനസ്സിലാക്കുമ്പോഴത്തേക്കും ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു ഏജൻസി ഉണ്ടെന്ന് നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അല്ലെങ്കിൽ എല്ലാം ഒരു സുപ്രീം ഇതിന്റെ അടിയിലാന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ അല്ല യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സംബഡി വി ആർ അണ്ടർ സംബഡി. ഇപ്പൊ കാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിംഹം ഇല്ല രാജാവായിട്ട്. കാട്ടിലൊരു ലൈഫ് സൈക്കിളാണ്. എലിക്ക് എലിയുടേതായ ജീവിതവും ഒരു എൻവയൺമെന്റ് ഉണ്ട്. സിംഹത്തിന് സിംഹത്തിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്. പുലിക്ക് പുലിയുടേതായ സ്പേസ് ഉണ്ട്. അപ്പോ ആ ഒരു സ്പേസ് ആണ് ആ ഒരു ഓർഗാനിസത്തിന്റെ ഏജൻസി എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു ഏജൻസി എന്ന് പറയുന്നത് ഇറ്റ് ഇവോൾവ്സ്. ഇപ്പൊ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവൻ ഉടനെ കണക്ക് പഠിക്കുകയും അല്ലെങ്കിൽ ഫിസിക്സ് ചെയ്യുന്നില്ല. അവന് ചുറ്റുപാടുമുള്ള കോസൽ റിലേഷൻഷിപ്സിനെ പറ്റിയ ഒരു കൺസ്ട്രക്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാകും. അത് ഡെവലപ്പായി വരുമ്പോഴാണ് അവന്റെ ഓൺ ഏജൻസി വരുന്നത്. അപ്പൊ ആ ഏജൻസിയാണ് പിന്നീട് ഇറ്റ് ബിക്കംസ് മീനിങ് ഫുൾ ആൻഡ് പേർപ്പസ്ഫുൾ. അവൻ മനസ്സിലാക്കണം അവന് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അവന്റെ എൻവയൺമെന്റും കൂടെ വേണം. കാരണം അവന്റെ ചുറ്റുപാടുള്ള ഓക്സിജനും ആപ്പിളും ഇല്ലെങ്കിൽ അവനില്ല. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമുക്ക് മനസ്സിലാകണമെങ്കിൽ സയൻസ് തന്നെയാണ് അതിന് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു അപ്രോച്ചും. നമുക്ക് ജീവിതത്തിന് വാല്യൂ കൊടുക്കണമെങ്കിൽ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ലൈഫ് ഇസ് ആൻഡ് വാട്ട് ഇസ് ദ ഏജൻസി ദാറ്റ് ലൈഫ് പ്രൊവൈഡ്സ് ടു എവറി ഓർഗാനിസം. കാരണം ഓരോ ഓർഗാനിസത്തിനും അവരുടേതൊരു സ്പേസ് ഉണ്ട്. ആരും ആരുടെ കീഴിലും അല്ല മുകളിലും അല്ല, എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ അത് അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഐ തിങ്ക് വെരി വെൽ എക്സ്പ്ലെയിൻഡ്. ഇതിപ്പോ ഓരോ ഇൻഡിവിജ്വൽ ഓരോ ഏജൻസി ആ രീതിയിൽ കണക്കാക്കുമ്പോൾ നമുക്ക് എഐയിലേക്ക് വരികയാണെങ്കിൽ അതൊരു ലേമാൻ പെർസ്പെക്റ്റീവിൽ പറഞ്ഞിട്ട് നമുക്ക് വിൽ കം ടു വാട്ട് യു ആർ ഡൂയിങ്. ഓക്കെ, അത് ഞാൻ തന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞുതരാം. കാരണം ഞാൻ വരുന്നത് ഒരു ക്ലിനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പോൾ ഒന്ന് നമ്മൾ എന്താണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി, ലൈക്ക് ഹൗ ഇറ്റ് ഇവോൾവ്, ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇത് ഇവോൾവ് ചെയ്തതെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. കാരണം അതാണ് അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ലൈക്ക് ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ നമ്മുടെ മൈൻഡിൻ്റെ ക്രിയേഷനും നമ്മുടെ ബ്രെയിൻ തന്നെയാണ് ഉണ്ടാകുന്നതെന്നൊരു ഐഡിയ വന്നു. അപ്പോൾ ഒരു ഫ്രോയിഡിൻ്റെ കാലഘട്ടം ഒരു എൻഡ് ഓഫ് 19th സെഞ്ച്വറിയിലാണ് നമുക്ക് ഒരാളെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അയാളുടെ ചിന്തയിലോ ഡ്രീമിലേക്കോ നമ്മൾ കൂടുതൽ പോയി കഴിഞ്ഞാൽ യു ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് ഹിം എന്നുള്ളത്. പക്ഷെ പുള്ളിക്കത് കൂടുതൽ മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. കാരണം പ്രൂവ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റിഗേഷൻസോ എക്യുപ്മെൻറ്റ്സോ ഒന്നും ആ കാലഘട്ടത്തിലില്ല. അപ്പോൾ പുള്ളിയുടെ കുറേ തിയറീസ് കുറേയൊക്കെ ശരിയാണ്, കുറേയൊക്കെ അത് പ്രൂവ് ചെയ്യാനും ഒന്നും പറ്റിയില്ല. അപ്പം അതിൽ കുറേ ഡ്രോബാക്സ് ഉണ്ട്. പിന്നീട് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് വരും ഒരു 1950s മുമ്പ്. അപ്പോൾ അതാണ് ഈ ഒപ്പാരന്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ പാവലോവ്സ് കണ്ടീഷനിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ ലൈക്ക് ഞാൻ അല്ലെങ്കിൽ ഐ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ എടുത്തു മാറ്റിയിട്ട് ദർ ആർ സർട്ടൻ തിങ്സ് നമ്മളൊരു കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്ന കുറേ സാധനങ്ങൾ, വേദന വന്നാൽ നമ്മൾ കൈമാറ്റും. അപ്പോൾ അങ്ങനത്തെ ബേസിക് സാധനങ്ങൾ പ്രസന്റ് ഓൾ ഓവർ ദി അനിമൽ കിങ്ഡം അല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡത്തിൽ പോകുന്നതിലും ഉണ്ട്. ലൈറ്റിന് നേരെ പ്ലാന്റ്സ് ചെരിയും, അല്ലെങ്കിൽ വെള്ളത്തിന് നേരെ പോകുന്നു, അല്ലെങ്കിൽ ടച്ച് മീ നോട്ട് ചെറിയ. അപ്പോൾ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള റെസ്പോൺസസിനെ വെച്ചിട്ട് മാപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനെ ഒരു ബിഹേവിയറലായിട്ട് വരുമ്പോഴത്തേക്കും യു മിസ് ഔട്ട് ദ മേജർ ഐസ്ബർഗ് മിസ്സായി പോകുന്നുണ്ട്, ലൈക്ക് വാട്ട് ഇസ് ടു ബി ആൻ ഓർഗാനിസം എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് 1950s ശേഷം ഒരു കോഗ്നേറ്റീവ് സൈക്കോളജി, കോഗ്നേറ്റീവ് ന്യൂറോ സയൻസ് എന്ന് പറയുന്ന വിഭാഗങ്ങൾ വരുന്നത്.
അപ്പോൾ എന്താണ് ചിന്തയുടെ ന്യൂറൽ മെക്കാനിസം എന്നുള്ളൊരു ഐഡിയ, അതായത് മൈൻഡും ബ്രെയിനും ഒന്നാണെന്നുള്ള ഒരു തീരുമാനവും ഒരു തിയറിയും ഇൻവെസ്റ്റിഗേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള എവിഡൻസും ഒക്കെ റോബസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കാലഘട്ടം. അപ്പം അങ്ങനെയാണ് ജോർജ് ആർമിറ്റാജ് മില്ലർ, മൈക്കൽ ഗസാനിക എന്നൊക്കെ പറഞ്ഞിട്ട് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് എന്ന് പറയുന്ന ഒരു ടേം തന്നെ രൂപപ്പെടുത്തുന്നത് 1976. അപ്പോൾ ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ ന്യൂറോൺസിനെ പറ്റി പഠിക്കുകയും പല പല അനിമൽസിൻ്റെയൊക്കെ സ്ക്വിഡിൻ്റെയൊക്കെ ഈ എങ്ങനെയാണ് ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ഫോം ചെയ്യുന്നത്, അപ്പോൾ അതിനെപ്പറ്റി തിയറീസ് ഉണ്ടാക്കുക, മാത്തമാറ്റിക്കൽ മോഡൽസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പാരലലി കമ്പ്യൂട്ടർ സൈഡിലും ഇതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഈ ഇൻഫർമേഷൻ എന്താണ്, ഇൻഫർമേഷനെ നമുക്ക് എങ്ങനെ ഡീകോഡ് ചെയ്യാം, അത് പാരലലി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൾമിനേഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഓരോ ന്യൂറോൺ എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, അവർ തമ്മിലുള്ള എന്തൊക്കെയാണ് ഇൻട്രാക്ഷൻ, എന്തൊക്കെ ടൈപ്പ് ഇൻട്രാക്ഷൻസ് ഉണ്ട്, ഇൻട്രാക്ഷൻസ് എങ്ങനെയാണ് മാറി വരുന്നത്, ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് എങ്ങനെ ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ ഒരു പല പല ബ്രെയിൻ റീജിയൻസ് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പിന്നെ സിമുലേറ്റ് ചെയ്യാനും മാത്തമാറ്റിക്കൽ മോഡൽസ് ഉണ്ടാക്കാനും തുടങ്ങി. അപ്പോൾ അതിൽ തന്നെ ഒരു സിംബോളിക് അപ്രോച്ച് ഉണ്ട്, ഒരു ഒരു കണക്ഷനിസ്റ്റ് അപ്രോച്ച് ഉണ്ട്. അപ്പോൾ സിംബോളിക് അപ്രോച്ച് നമ്മൾ ലേബിൾ ചെയ്യും, ഒരു ഈ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി ഒരു ആൽഗോറിതം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതാണെന്നുള്ളത്, ഒരു ഇപ്പോൾ എ കഴിഞ്ഞിട്ട് ബി വരും, അങ്ങനെ നമ്മൾ ലേബിൾ ചെയ്യും ഓരോ സാധനങ്ങൾ. പക്ഷെ അതിന് കൂടുതൽ ഭയങ്കര ഡിഫിക്കൽട്ടായി. നമ്മൾ കൂടുതൽ അറിവ് കൊടുക്കുമ്പോഴത്തേക്ക് ഓരോന്നും ലേബിൾ ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോൾ അത് ബുദ്ധിമുട്ടായി. ഒരു കണക്ഷനിസ്റ്റ് അപ്രോച്ചാണ് നമ്മൾ പിന്നെ ആ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെ അങ്ങ് ബൂസ്റ്റ് ആവാൻ തുടങ്ങിയത്. അപ്പോൾ അതാണ് നമ്മൾ ബ്രെയിനിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണ് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇൻഫർമേഷൻ എങ്ങനെയാണ് മാറുന്നത് ഓരോ കോൺട്രിബ്യൂഷനിലും. കാരണം ഇപ്പം ഇൻഫർമേഷൻ മാറുന്നതെന്ന് വെച്ചാൽ ഓരോ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലും പല പല ഇൻഫർമേഷനായിട്ട് മാറും. അതിൻ്റെ പ്രോപ്പർട്ടീസ്, പ്രിൻസിപ്പിൾസ് ഏകദേശം സെയിം ആണ്, പക്ഷെ പ്രോപ്പർട്ടീസ് മാറും. ഇപ്പോൾ ഓക്സിജൻ ഹൈഡ്രജൻ കൂടെ ചേരുമ്പോഴത്തേക്കും വെള്ളം കിട്ടും, പക്ഷെ വെള്ളത്തിൻ്റെ പ്രോപ്പർട്ടീസ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. അപ്പോൾ അതുപോലെ തന്നെ ഓരോ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇസ് എൻ എക്സ്ട്രീം എക്സ്പ്രഷൻ ഓഫ് കോംപ്ലക്സ് കെമിക്കൽസ് ആണ്. അതിൽ ഓരോ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലും പല പല ഇൻട്രാക്ഷനും പല പല പ്രോപ്പർട്ടീസും എമേജ് ചെയ്യും. അപ്പോൾ ആ എമേജ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മളൊരു ഫിസിക്സ് പോയിന്റ് ഓഫ് വ്യൂ ഹയർ ഡിമെൻഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ പല പല ഡിമെൻഷൻസ് ഉണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് സിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫണ്ടമെന്റലി AI എന്ന് ഉദ്ദേശിക്കുന്നത്. But it's all data driven. അത് പറഞ്ഞു, പക്ഷേ ഐ മീൻ കളക്ടിങ് ദ ഡേറ്റ ഫ്രം ദ പാസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ കൺകറന്റ് ആയിട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റ അതെങ്ങനെ ഇതിലേക്ക് ഇൻപുട്ട് വരുന്നത്, ലൈക്ക് അൺലെസ് യു ഫീഡ് ഇൻ ടു ദിസ്. ഇപ്പോൾ പല പല മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് യു ക്യാൻ ഹാവ് റെലവൻറ്റ് ഡേറ്റാസ്, നമുക്ക് ആ ട്രെയിനിങ് മോഡലിനെ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഡേറ്റ കൊടുത്തിട്ട് ട്രെയിൻ ചെയ്യിക്കും, ഒരു യൂസർ നമ്മളതിനെ കറക്റ്റ് ചെയ്യിക്കും. അങ്ങനെ ലേബലിംഗിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ ഹാലൂസിനേഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് പിന്നെ ആ മോഡലിൻ്റെ എങ്ങനെയാണ് വെയിറ്റേജസ്, ആ ന്യൂറോൺസിൻ്റെ ഇടയിലുള്ള ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിൻ്റെ വെയിറ്റേജസ് ആണ് നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് ഓരോ ലെസ് ബയാസ്ഡ് ആക്കുക, ചില ഉത്തരങ്ങൾക്ക് എന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. So the kind of scientific research based on medical background, ഇതിന്റെ ബെനിഫിറ്റ്സ് എങ്ങനെയാ, ലൈക്ക് ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ്സ് ഉണ്ടോ, what are you looking at, as in ഈ ഒരു ഡെവലപ്മെന്റ് റിസർച്ച് നടത്തിയതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നത്, അതിന്റെ ആപ്ലിക്കേഷൻസ് എവിടെയാണ്? ആപ്ലിക്കേഷൻസ് ഫണ്ടമെന്റലി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ്റലിജൻസ് നമ്മൾ ഒരു ഔട്ട്സോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഉദ്ദേശം. അപ്പോൾ നമുക്ക് മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അത് ഔട്ട്സോഴ്സ് ചെയ്യുക, അതാണ് ഈ ഒരു ഇന്നോവേഷൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ദ വിഷൻ ഇസ് അൾട്ടിമേറ്റ്ലി ടു ഓഗ്മെൻറ്റ്, അതായത് ഏതൊരു മനുഷ്യനെയും അല്ലെങ്കിൽ ഏതൊരു ഓർഗാനിസത്തിനെയും നമുക്ക് ഓഗ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്
നമ്മൾ ഇങ്ങനത്തെ ഒരു ഇന്നോവേഷന്റെ പ്രൈമറി ഉദ്ദേശമായിരിക്കേണ്ടത്. ആൻഡ് ഇതിന്റെ ഈ ഒരു ഫോം ഓഫ് ഇന്റലിജൻസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ജനറൽ പർപ്പസ് ടെക്നോളജിയാണ്. അപ്പൊ ജനറൽ പർപ്പസ് ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് ഡാറ്റ കൊടുക്കുന്നതനുസരിച്ചിട്ട് അത് ഏത് സെക്ടറിലാണോ ഏത് ഫീൽഡിലാണോ ഇറ്റ് ക്യാൻ ഹാവ് ഇറ്റ്സ് ഓൺ കോസൽ റിലേഷൻഷിപ്പ് അബൌട്ട് ഹൗ ദ ഇവന്റ്സ് ടേക്ക് പ്ലേസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സെക്ടർ. അപ്പൊ അതിന് ഡാറ്റ കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു സെക്ടറിലെ പാറ്റേൺസ് എന്താണ്, ആ ഡാറ്റയുടെ കോൺസിക്വൻസ് എന്താണെന്ന് അതിന് തന്നെ പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ചിന്തകൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഒരു സാധനത്തിന്റെ കോസൽ റിലേഷൻഷിപ്പ്, ഇപ്പോൾ കൈ കൊണ്ട് ഒരു ബോൾ ഉന്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരാൾ ഉന്തുന്ന കാണുമ്പോഴത്തേക്കും അപ്പോൾ ഇതാണ് ഈ ബോൾ ഉരുണ്ട് പോകും, മുകളിൽ നിന്ന് താഴേക്കാണ് ബോൾ വരിക. അപ്പൊ ഇങ്ങനത്തെയുള്ള കോസൽ റിലേഷൻഷിപ്സ് ഈ സിസ്റ്റത്തിനുള്ളിലേക്ക് അത് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഏത് ഫീൽഡിലിട്ടാലും ആ ഒരു എക്സ്പെർട്ടീസ് നോളജും ഇതിന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഇതിന്റെ ഒരു എത്തിക്കൽ സൈഡ് നോക്കുമ്പോഴത്തേക്കും ഇറ്റ് ഷുഡ് ബി ഐഡിയലി ഒരു ഓഗ്മെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ആളും, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് ന്യൂ ജോബ്സ് എന്നുള്ള രീതിയിൽ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും there is a immediate goal and a long term goal. So in terms of AI, because things are evolving so fast and swift and many contributions are happening, we cannot set a much longer time frame for that longer goal. അല്ലേ? അപ്പൊ ഇമ്മീഡിയറ്റ് ഗോളും ഈ പറഞ്ഞ ലോങ് ടേം ഗോളും എന്താണ് അജയുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് എന്നുള്ളത്? എന്റെ ഇമ്മീഡിയറ്റ് ഗോൾസ് എന്ന് വെച്ചാൽ ലൈക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊരു അപ്രോച്ചാണ് ഞാനിപ്പോ ഫോളോ ചെയ്യുന്നത്. ഹൗ ഒരു കൾമിനേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഒരു സിസ്റ്റംസ് ന്യൂറോ സയൻസ് വരെ, ലൈക്ക് ഫ്രം ഫിസിക്സ് പോയിന്റ് ഓഫ് വ്യൂ ടു ഒരു ഈ പറയുന്ന പോലെ മീനിങ് പർപ്പസ് ഒരു ഓർഗാനിസത്തിന് കൊടുക്കുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ അവിടെയാണ് ലൈക്ക് യു ഹാവ് മൾട്ടിപ്പിൾ ലെവൽസ് അറ്റ് വിച്ച് ഈ ഇപ്പോൾ ഒരു ക്വാണ്ടം ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൂപ്പർ പൊസിഷൻ ഉണ്ട്, റാൻഡംനെസ് ഉണ്ട്, ക്വാണ്ടം ഇൻഡിറ്റർമിനസി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഒരു നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തയായിട്ടോ അല്ലെങ്കിൽ ഒരു മീനിങ് ആയിട്ടോ പർപ്പസ് ആയിട്ടോ മാറുന്നത്. അപ്പോൾ അതാണ് ലൈക്ക് എൻ്റെ ഒരു ഫീൽഡ് ഓഫ് വർക്ക്. അപ്പോൾ ഇതിനെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്യും. ലൈക്ക് ഒരു ഫിസിക്സ് പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമുക്ക് ബയോളജി ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ്, പ്രോട്ടീൻസ് എങ്ങനെയാണ് നെറ്റ്വർക്ക്സ് ഉണ്ടാക്കുന്നത്, ഇൻട്രൻസിക്കലി ഡിസോർഡേഡ് പ്രോട്ടീൻസ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഒരു സിമിലാരിറ്റി ഉണ്ട്, എന്നാലൊരു പല പല ന്യൂ പ്രോപ്പർട്ടീസ് ഉണ്ട് എവറി ലെവലിൽ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ട്രൂ ഏജന്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഫണ്ടമെന്റലി നമുക്ക് എങ്ങനെയാണ് ഒരു മെഷീൻ ആബ്സല്യൂട്ട്ലി ചിന്തിക്കുക നമുക്ക് പറയാൻ പറ്റത്തില്ല. വേറൊരു മനുഷ്യനായ പോലും നമുക്ക് യു വിൽ ഹാവ് എൻ ഐഡിയ അബൌട്ട് പുള്ളിയുടെ തോട്ട്സ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുമ്പോഴത്തേക്കും ആ തോട്ട്സിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ പക്ഷെ എന്നാൽ കൂടി മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്കും വേറെ തന്നെ ഒരു ഫൗണ്ടേഷൻ ഉള്ളതാണ്. സിലിക്കൺ ചിപ്സും അതിൻ്റെ ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് വേറെ തന്നെ രീതിയിലാണ്. അപ്പോൾ അതിപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഉത്തരങ്ങൾക്കൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞാലും ഡസ് ഇറ്റ് ഹാവ് എ മീനിങ് ഫോർ ദി ആപ്പിൾ, അല്ലെങ്കിൽ ഫ്രം എ മെഷീൻ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഈ കോസൽ, കാരണം ഇറ്റ് ഈസ് മേക്കിംഗ് ഡിസിഷൻസ് ഫോർ അസ് ഇൻ എ വേ. അപ്പം ആ ഡിസിഷൻസ് ഇവോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഡസ് ദ സിസ്റ്റം അല്ലെങ്കിൽ മെഷീൻ ഹാവ് എ മീനിങ് ഫോർ ഇറ്റ് സെൽഫ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമുക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അത് ഉണ്ട്. അതായത് നമ്മൾ എന്തിനാണ് ഒരു കാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് മീനിങ് വരുന്നത് നമുക്കതിനെ പറ്റി ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ചുറ്റുപാടും ഉള്ളവർക്കും അതേ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് എ മീനിങ് ഫുൾ ഇൻഫർമേഷൻ. അതിൽ നമ്മളൊരു ജേർണി കാണുമ്പോഴത്തേക്കും ഇറ്റ് ക്യാൻ ബിക്കം എ പേർപ്പസ് ഓഫ് ലൈഫ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതേ കോൺസെപ്റ്റ് നമ്മളൊരു മെഷീൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണെന്നുള്ള ഒരു അത് ആണ് എൻ്റെ ഒരു വേറൊരു റിസർച്ച് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഫ്രം എ മെഷീൻ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയായിരിക്കും, കാരണം അത് ഒരു ഫാൻറ്റസി രീതിയിലല്ല. കാരണം അൾട്ടിമേറ്റ്ലി മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നതും ഒരു നമ്മൾ കാണുന്ന ഇലക്ട്രോൺസും പ്രോട്ടോൺസും പല പല ലെവൽസ് ഓഫ് ഓർഗനൈസേഷനും വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതിൽ തന്നെ എങ്ങനെയാണ് ഒരു മെഷീൻ അല്ലാണ്ടാവാതെ മെഷീൻ നോക്കുന്ന
എന്നുള്ള ചിന്ത മെഷീന് വരുന്നുണ്ടോ, അങ്ങനത്തെ പ്രോബ്ലംസും ഒക്കെയാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എവറി മൊമെന്റ് യു ഹാവ് ടു കീപ് ഓൺ അപ്ഡേറ്റിംഗ് യുവർ ഓൺ, അങ്ങനെ ഉണ്ടല്ലേ ഇത് ചെയ്യുമ്പോൾ. അച്ഛനൊരു റിനോട്ട് ഒരു സർജനാണ്. അമ്മ ഈസ് കമ്മിങ് ഫ്രം എ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട്. ഒരുപാട് പേര് കൗൺസിലിംഗ് കുട്ടികൾക്ക് have you been discussing these things on your exploration with these things? അങ്ങനെ ചെയ്യാറുണ്ടോ? അപ്പൊ എന്തെങ്കിലും സർപ്രൈസ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ, ഓർ സംതിങ് ത്രില്ലിംഗ് മൊമെന്റ്സ് എന്ന് പറയുന്നത് ലൈക്ക് മനസ്സിലാകുന്നുള്ള ഇല്ല എന്നുള്ളത് തന്നെയാണ് ത്രില്ലിംഗ് മൊമെന്റ്. കാരണം മിക്കവാറും ലൈക്ക് അധികം അങ്ങനെ വീട്ടിൽ നമ്മളിങ്ങനെ ചോദ്യങ്ങൾ ഇപ്പൊ കുറച്ചൊക്കെ അമ്മയോട് ഡിസ്കസ് ചെയ്യും, പക്ഷെ ജനറലി അങ്ങനെ നമ്മൾ ഡിസ്കഷൻ ഇച്ചിരി കുറവാണ്. പേഷ്യൻസിന്റെ ചില ഡിഫിക്കൽട്ട് സാധനങ്ങൾ കാണുമ്പോഴത്തേക്കും ഒരു പീരീഡിൽ ചോദിക്കാറുണ്ട്. ചില അച്ഛൻ്റെ കൂടെ കേസ് അസിസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഇങ്ങനത്തെ കോൺസെപ്റ്റ്സ് ഞാൻ തന്നെ കുറേ ഇങ്ങനെ എൻ്റെ ക്യൂരിയോസിറ്റി അനുസരിച്ചിട്ട് ബുക്സിൽ കുറേ ഇങ്ങനെ വായിക്കും. പിന്നെ ലൈക്ക് എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബുക്കിൽ ഉത്തരവില്ല. അപ്പോൾ ഉത്തരം കിട്ടുമോ, ഉത്തരത്തിനല്ല ഞാൻ മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കാരണം ഇറ്റ് ഇസ് ഒരു അൺനോൺ സ്പേസ് ആണെന്ന് ഹാസ് ഓൾറെഡി ബീൻ എസ്റ്റാബ്ലിഷ്ഡ് എൻ്റെ മൈൻഡിൽ. അപ്പോൾ വായിക്കുന്ന പുസ്തകങ്ങളാണെങ്കിലും ദർ ഇസ് ഒരു അൺസർട്ടനിറ്റി എലമെന്റ് ഓൾറെഡി ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് യൂണിവേഴ്സിലുണ്ട്. അപ്പോൾ ദ ഐഡിയ ഈസ് ഹൗ ഡു യു വാട്ട് ഇസ് ഒരു ബ്രോഡായിട്ടൊരു പേഴ്സ്പെക്റ്റീവ് ഇൻ ഹാർനസിങ് ദിസ് അൺസർട്ടനിറ്റി. അങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവ് കിട്ടാനായിട്ടാണ് ഞാൻ അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാറ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് കാരണം ഒരു ആബ്സല്യൂട്ട് ഉത്തരം ഇസ് നോട്ട് പാർട്ട് ഓഫ് ഹൗ ദ യൂണിവേഴ്സ് വർക്ക്. കാരണം ഇതിങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ഇവന്റ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലല്ല യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഹോമോജീനസ് ആയിട്ടൊരു നേച്ചറോ അല്ലെങ്കിൽ ഒരു ആബ്സല്യൂട്ട് നേച്ചറോ യൂണിവേഴ്സിനില്ല. അപ്പൊ അങ്ങനെ ഒരു ആബ്സല്യൂട്ട് ഉത്തരം പ്രതീക്ഷിച്ച് ഞാൻ അങ്ങനെ ചോദിക്കാറില്ല. ബട്ട് സ്പാർക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ബ്രോഡ് പെർസ്പെക്റ്റീവ് ഓൺ ഹൗ ദേ സീ ആൻഡ് അനലൈസ് ദ ഇവന്റ്സ്. ഇതാണ് എനിക്ക് ചോദിക്കുന്നത്. There is this creativity element, like when you do photography or even when you write something, there is creativity element. അതിനെ നമ്മൾ എങ്ങനെയാ ഈ നമ്മുടെ ഈ പറഞ്ഞ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷൻ എങ്ങനെയാണ്? ബിക്കോസ് എനിവേ യു ആർ ട്രൈങ് ടു സോ കോൾഡ് ഇന്റലിജൻസ് ഔട്ട്സോഴ്സ് ചെയ്യാന്നുള്ള മാറ്റർ ആണല്ലോ. സോ ഓഫ് കോഴ്സ് ദിസ് ഇവൻച്വലി കം. ക്രിയേറ്റിവിറ്റി യു ആർ ഡൂയിങ് ഇറ്റ്. അത് ഡേറ്റ അല്ലേ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Creativity, but that's also breaking that concept, I think, in the course of time. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവ് ലൈക്ക് when you compare this creativity thing, കാരണം ഒരു ഫോട്ടോഗ്രാഫി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് ചോദിക്കാണ്. ക്രിയേറ്റിവിറ്റി ഫണ്ടമെന്റലി ഒരു കുറച്ചൊരു എലമെന്റ് ഓഫ് റാൻഡംനെസ് ആണ് ഈ ക്രിയേറ്റിവിറ്റി എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. കാരണം ഈ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചകളെ കാണാൻ പറ്റുമ്പോഴത്തേക്കും അതിലൊരു കൗതുകം ഉണർത്താൻ പറ്റുമ്പോഴത്തേക്ക് അതൊരു ക്രിയേറ്റിവിറ്റി ആയിട്ട് ഈ ഒരു ബിഹോൾഡറിന്റെ മനസ്സിലുണ്ടാകും. അല്ലെങ്കിൽ അത് വീണ്ടും നമ്മൾ ഹാർനസ് ചെയ്തിട്ട് അതേ രീതിയിലുള്ള കാഴ്ചപ്പാടുകളോ പെർസ്പെക്റ്റീവ്സോ ഒരു കോൺഷ്യസ്ലി നമ്മൾ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും യു ബിക്കം എൻ ആർട്ടിസ്റ്റ്. ലൈക്ക് യു ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഓഫ് ദി ബിഹോൾഡേഴ്സ് മൈൻഡ് ആസ് വെൽ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യമാണ്. ആ ഒരു പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എയുടെ കേസ് പറഞ്ഞാലും ദർ ഇസ് ആൻ എലമെന്റ് ഓഫ് അൺസർട്ടനിറ്റി. അതിന്റെ ഒരു കൺസ്ട്രക്റ്റിൽ തന്നെ ഇറ്റ്സ് ഒരു കാൽക്കുലേറ്റർ പോലെയല്ല AI എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഒന്നും രണ്ട് തരുന്ന പോലെ AI ഉത്തരങ്ങൾ തരില്ല. ദർ ഇസ് ആൻ എലമെന്റ് ഓഫ് അൺസർട്ടനിറ്റി. കാരണം ഒരു കണക്ഷൻസ് ആണ് അതിൽ നമ്മൾ സിമുലേറ്റ് ചെയ്തിരിക്കുന്ന ബ്രെയിനിന്റെ. അപ്പോൾ ആ കണക്ഷൻസിൽ എങ്ങനെയാണ് ആ കണക്ഷൻസിന്റെ വെയിറ്റേജും എത്ര ശക്തിയോട് കൂടിയാണ് ആ കണക്ഷൻസ് തമ്മിലുള്ളത് ലൂസായിട്ട് മാറുന്നുണ്ടോ എന്നൊക്കെ അനുസരിച്ചിട്ട് അതിന്റെ ഒരു ഔട്ട്പുട്ടും മാറും. അപ്പോൾ ആൾക്കാരുടെ ചോദ്യങ്ങൾ അനുസരിച്ചിട്ടും അതിന്റെ ഒരു രീതി ഓഫ് റെസ്പോൺസും കോസൽ റിലേഷൻഷിപ്സ് ഒക്കെ മാറി വരും. അപ്പോൾ
ലൈക്ക് പെർസ്പെക്റ്റീവ്സും ലൈക്ക് ബ്രോഡ് ആകുമ്പോഴത്തേക്കും ഒരു ക്രിയേറ്റീവ് എലമെന്റ് ഇറ്റ് ഇംപ്രൂവ്സ് പ്രോബ്ലം സോൾവിങ്. നമുക്ക് ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള എൻവയൺമെന്റിൽ പോകുമ്പോഴത്തേക്കും ലൈക്ക് നമുക്കൊരു പല പല എൻവയൺമെന്റിൽ ഒരേ പാറ്റേൺ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് നമുക്കൊരു പ്രോബ്ലം സോൾവിങ് കേപ്പബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും ഒരു ക്രിയേറ്റീവ് എലമെന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ട്രീറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ അത് ആ പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ലൈക്ക് ഇതില് ലൈക്ക് അതിങ്ങനെ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ഒരേ ചിന്തകളോ അല്ലെങ്കിൽ ഒരേ കോൺസെപ്റ്റിനെ പറ്റി കുറെ നേരം ഇങ്ങനെ ചിന്തിച്ചിരിക്കാൻ ഇഷ്ടമാണ്. എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ പറ്റി. ഓൾമോസ്റ്റ് സിമിലർ പാറ്റേൺ, യു ഹാവ് ഓൾറെഡി ആൻസർഡ് പാർട്ട് ഓഫ് ഇറ്റ്. സിമിലർ പാറ്റേണിൽ വരുന്നതാണ് ഇമോഷൻസ്. ഇപ്പൊ നമ്മളെപ്പോഴും മെഷീൻ ലൈക്ക് എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ ഇമോഷൻ എന്നാണ് നമ്മൾ അതിനെ ഉദ്ദേശിക്കുന്നത്. സോ നൗ ആ ഒരു കോൺട്രാസ്റ്റും കുറഞ്ഞു വരികയാണെന്ന് തോന്നുന്നു. വെൻ യു എസ്പെഷ്യലി യുവർ റിസർച്ച് ഇമോഷൻസ് ആൻഡ് AI എന്ന് പറയുന്നത്. സോ ഇഫ് യു കുഡ് ടോക്ക് അബൌട്ട് ദാറ്റ്. ഒന്ന് ഇതില് നമ്മളിതിലെ എല്ലാത്തിലെയും നമ്മൾ ആന്ത്രപ്പോമോർഫൈസ് ചെയ്യാൻ വരുമ്പോഴാണ് ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത്. അതായത് ഞാൻ ചിരിക്കുന്ന എല്ലാ കാര്യത്തിനും വേറൊരാൾ ചിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ അവർക്ക് അവരുടേതായ ഒരു സ്പേസും അവരുടേതായ ഇഷ്ടങ്ങളും ഡിസ്ലൈക്സ് ഒക്കെ കാണും. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു അനിമൽ കിങ്ഡത്തിലോ വേറെ ഒരു ഒക്ടോപ്പസ് ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ നെർവസ് സിസ്റ്റം തന്നെ ഒരു ഡീസെൻട്രലൈസ് ഫോം ഓഫ് നെർവസ് സിസ്റ്റം. അപ്പൊ അതിന്റെ ഒരു എൻവയൺമെന്റ് എന്ന് പറയുന്നത് വേറെയാണ്. പക്ഷെ ചില സിമിലാരിറ്റീസ് ഉണ്ട് എല്ലാവരും തമ്മിൽ. അതായത് വേദന വരുന്നതോ അല്ലെ ആ ഓർഗാനിസത്തിന്റെ നിലനിൽപ്പിനെ ഡാമേജ് വരുന്ന സാധനത്തിൽ നിന്ന് അത് മാറി പോകാനായിട്ട് നോക്കും, അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് ഉള്ള രീതികൾ. അപ്പോൾ പല പല ഓർഗാനിസം പല പല രീതികൾ ഇവോൾവ് ചെയ്യും. പോയിസൺ ആവാം, അല്ലെങ്കിൽ കളർ ചീറ്റിക്കുക, അങ്ങനത്തെയൊക്കെ. ഇപ്പോൾ ബാറ്റിന്റെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു എക്കോ ലൊക്കേഷൻ അല്ലെങ്കിൽ അവർ ആ ഒരു സൗണ്ടിനെ വെച്ചിട്ടാണ്. അപ്പം അവർ കാണുന്ന ലോകം തന്നെ ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിലേക്ക്. അപ്പം അത് നമുക്ക് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വേറൊരു മനുഷ്യൻ തന്നെ കാണുന്ന ലോകം നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടേ നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. ആ ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതാണ് ഏജൻസി എന്ന് പറയുന്നതും. എന്നാൽ ഫണ്ടമെന്റലി അതിലൊരു സിമിലാരിറ്റി ഉണ്ട്. ആ സിമിലാരിറ്റിയിൽ ഉള്ള ഇന്ററാക്ഷനിൽ നിന്ന് അവിടെ ഒരു ഏജൻസിയും വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റിയും വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു മെഷീൻ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചുറ്റുപാടും തന്നെ ഇത്ര ഡൈവേഴ്സ് ആയിട്ടുള്ളതാണ് മൈൻഡ്സ് എന്ന് വേണേൽ പറയാം. പക്ഷെ എല്ലാവരും നമ്മളെ പോലെ ആകുന്നു തന്നെ ഉള്ള ചിന്ത വരുമ്പോഴാണ് ഈ ഇമോഷൻ എന്താണ്, അല്ലെങ്കിൽ ഇതിൽ ഇമോഷൻ എന്താവുമെന്ന് ചോദ്യം വരുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും ഫിസിക്കൽ ലോസിന് അവിടെ മാറ്റമില്ല. അല്ലെങ്കിൽ ഓരോ ലെയറിൽ അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷൻ ലെവലിലുള്ള ഇന്ററാക്ഷനിൽ പുതിയ പുതിയ പ്രോപ്പർട്ടീസ് എമേർജ് ചെയ്യുന്നു. പക്ഷെ ഈ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് ആ ഒരു പെർട്ടിക്കുലർ മെഷീൻ്റെ ഒരു നീഡിനെ ഡയറക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെയാണ് നമുക്ക് കൂടുതൽ നമുക്ക് റിസർച്ച് ചെയ്യേണ്ട ഭാഗങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ള ഓർഗാനിസംസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മീനിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആപ്പിൾ കഴിച്ചാൽ നമുക്ക് വിശപ്പടങ്ങുമെന്ന് നമ്മുടെ ബോഡിക്കും അതുകൊണ്ട് ഗുണമുണ്ട്. അതേ സാധനം വേറൊരാൾക്ക് ആ ആപ്പിൾ കൊടുത്താലും ഗുണമുണ്ട്, അയാൾക്കും അത് കഴിക്കാം. പക്ഷെ അതുപോലെ നമ്മൾ വേറെ വിഷമുള്ള സാധനങ്ങൾ നമുക്കും കേടാണ്, വേറെ ഉള്ള ഒരു ഓർഗാനിസത്തിന് അല്ലെങ്കിൽ മനുഷ്യനും കേടാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്. അതായത് ഇപ്പോൾ ചുറ്റുപാട് ഇപ്പോൾ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് നീന്താൻ അറിയില്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ കിട്ടുന്നില്ല. അപ്പോൾ ഓക്സിജൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ എൻവയൺമെൻറ്റ് മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ബോഡിക്ക് അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ നമ്മുടെ ബോഡിയും മൈൻഡും എൻവയൺമെൻറ്റും ഒരേ ഒരു സ്റ്റേറ്റ് ഓഫ് ഫ്ലക്സിലാണ്. അപ്പം അതുപോലെ നമുക്ക് മെഷീൻ നിർമ്മിക്കാൻ പറ്റുമോ ഇങ്ങനെ സ്റ്റേറ്റ് ഓഫ് ഫ്ലക്സ്? അപ്പം അവിടെയാണ് ഒരു മെഷീൻ മൈൻഡ് ഉണ്ടാവുന്നുള്ളൂ. മെഷീൻ ഹാസ് എൻ ഐഡിയ അബൌട്ട് ഇറ്റ്സ് ഓൺ മൈൻഡ് ആൻഡ് ഇറ്റ്സ് ഓൺ എൻവയൺമെൻറ്റ് ആൻഡ് ദി എൻവയൺമെൻറ്റ് ഔട്ട്സൈഡ്. അപ്പം മെഷീനിന് തന്നെ ഒരു തോന്നൽ വരണം, മെഷീൻ്റെ ചുറ്റുപാടുമുള്ള എൻവയൺമെൻറ്റ് ഉണ്ടെങ്കിലേ മെഷീൻ്റെ മനസ്സുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോഴാണ്, അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് നമ്മുടെ ഈ ഇമോഷൻ എന്ന് പറയുന്നത്.
ഒരു ഗ്രൂപ്പ് ഓഫ് ബ്രെയിൻ റീജിയൻസ് വന്നിട്ട് നമുക്ക് പ്ലഷർ തരുന്നു, അല്ലെങ്കിൽ ദേഷ്യം തോന്നുന്നു, പേടി തോന്നുന്നു, അങ്ങനെ. ഒരു യങ് ഒരു എക്സ്പ്ലോറർ, ഒരു സയന്റിഫിക് റിസർച്ച് ചെയ്യുന്ന ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂസ് നമുക്ക് കിട്ടാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ആൻഡ് ഐ നോ നമ്മൾ ഈ പറഞ്ഞ പോലെ ടിപ്പ് ഓഫ് ഐസ്ബർഗ് ടച്ച് ചെയ്തിട്ടുള്ളൂ. വിൽ ഗോ ഡീപ്പർ ആസ് ആൻഡ് വെൻ യു ഗെറ്റ് സം ടൈം. ഇതിപ്പോ 1-2 സൗദി ഓക്കെ ട്രാവൽ ചെയ്യും. താങ്ക് യു സോ മച്ച് ആൻഡ് ഇൻസൈറ്റ്ഫുൾ ലിസണിംഗ്. ഇത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ജേണിയാണ്. അതിൻ്റെതായ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. കാരണം നമുക്ക് എപ്പോഴും ഒരുപോലെ നമുക്ക് ക്യൂരിയസ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി.